എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുഞ്ഞ് റിവ്യൂ മാതിരിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലും കൂടെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പം എനിക്കറിയില്ല സൗണ്ടിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഹോളിൽ ഇരുന്നിട്ടാണ് ഇത് വന്നിട്ട് ഷൂട്ട് ചെയ്യണത്. ശിവു ഉറങ്ങുമായിരുന്നു, അപ്പോൾ അത് കാരണം കൊണ്ട് റൂം ഫ്രീ അല്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ആ ടക്കം നോക്കിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു ഞാനിന്നൊരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നതെന്നുള്ളത്. റിവ്യൂ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ മേ ബി തംബ്നെയിലൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുമ്പോൾ എനിക്കൊരു ഓർഡർ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൊറിയറും കൂടെ ഞാനിതിൽ കാണിച്ചു തരാം. ഇത്രയും വലിയൊരു സംഭവമാണ് കേട്ടോ, വലിയൊരു സാധനമാണ്. അപ്പോൾ ഇത് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഈ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ എല്ലാ റിവ്യൂ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും ജസ്റ്റ് വന്ന സ്ഥിതിക്ക് ഞാൻ ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാമെന്ന് മാത്രം. ഇത്രയും വലിയ സംഭവമല്ലേ. അപ്പോൾ അതെന്താന്നുള്ളത് എല്ലാ അമ്മമാർക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ്. കുട്ടികളുള്ള എല്ലാ അമ്മമാരും എന്താ പറയുക എപ്പോഴും കയ്യിൽ കരുതുന്ന ഒരു സംഭവമാണത്. വേറൊന്നല്ല, ഞാൻ പറഞ്ഞ ഇന്നത്തെ വീഡിയോയുടെ ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള മാതിരി. സംഭവം വേറൊന്നല്ല, നമ്മുടെ ഡയപ്പറിൻ്റെ പാക്കറ്റാണ്. ഞാനിങ്ങനെ ബണ്ടിലായിട്ടാണ് ഒരുമിച്ച് ഓർഡർ ചെയ്യാറ്. അപ്പോൾ ഇതൊരു കോംബോ ഓഫറിൽ അങ്ങനെ വാങ്ങിയതായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ബമ്മി പാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതിന് മുന്നേ വേറെ കുറേ ബ്രാൻഡൊക്കെ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ലീക്കേജൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ശിവനൊരു 4 മാസം മുതൽ ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് കേട്ടോ, ബമ്മി പാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്, ഞാൻ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, നൈറ്റ് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ലീക്കേജിൻ്റെ പ്രശ്നമൊന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. പിന്നെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെയാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. ബമ്മി പാൻസിൻ്റെ ഇങ്ങനെ ഒന്നിച്ച് ബണ്ടിൽ വാങ്ങുമ്പോൾ നമുക്ക് നല്ല കുറച്ചുകൂടെ നല്ലതാണ്, ബെറ്ററാണ്, എക്കണോമിക്കലി കുറച്ചും കൂടെ ലാഭമാണ്. പിന്നെ അവനും കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വേറെയും ബ്രാൻഡുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ലീക്കേജിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ അവന് റാഷസ് മാതിരി വരിക അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ല നമ്മുടെ വീഡിയോ മെയിനായിട്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണില്ല. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞ സ്ഥിതിക്ക് പറയാം, ഇത് 78 സ്നഗ്ഗിയാണ് ഒരെണ്ണത്തിൽ വരുന്നത്. ഡയപ്പറാണ് ഒരു പാക്കറ്റിൽ വരുന്നത്. അങ്ങനെ 2 പാക്കറ്റ് 78 അങ്ങനെ 2 പാക്കറ്റാണ് വരുന്നത്. ഏകദേശം ബിലോ 1000 ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഓഫറിലൊക്കെ വാങ്ങിയ സമയത്ത്. അപ്പം ഇതാണ് നമ്മുടെ ആ വലിയ ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതല്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ അതല്ല. അപ്പോൾ നമ്മൾ വീഡിയോയിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ വരാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അതെ ഇങ്ങനെ ഒരു റീയൂസബിൾ ഡയപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നഗ്ഗി, നമ്മുടെ ഡയപ്പറിന് ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള മാതിരി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഡയപ്പർ വാങ്ങി നമുക്കറിയാം ഒറ്റ ടൈമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളത് മാറ്റി വേറെ എടുക്കണം. അപ്പോൾ നല്ലോണം നമ്മൾ നിസ്സാരമായിട്ട് വിചാരിക്കുന്ന കാര്യം തന്നെ ഇപ്പോൾ ദിവസവും ഡേയും നൈറ്റും യൂസ് ചെയ്യണ ആൾക്കാർക്ക് അറിയാം നല്ലോണം പൈസ അതിൽ ഇൻവെസ്റ്റ് ആയി അല്ലെങ്കിൽ അതിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ ശിവുവിന് ഇവിടെ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, ഡേ ടൈമിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ എവിടേക്കേലും പോകുമ്പോഴാണ് ഇടാറ്. അപ്പോൾ എവിടേക്കേലും പോകുമ്പോൾ ഇടാൻ നമുക്ക് എന്തായാലും നൈറ്റ് ടൈം ഇത്രയും 12 hours ഒക്കെ നിൽക്കുന്ന ഡയപ്പറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു ഇങ്ങനെ ഒരു ക്ലോത്ത് ഡയപ്പർ. ഈ ക്ലോത്ത് ഡയപ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് സൂപ്പർ ബോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു കവറ് ഇങ്ങനെ ഉണ്ടാവും. ഇത് ഫ്രീ സൈസാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്കിവിടെ കുറേ ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാം. എത്ര ചെറിയ കുട്ടികൾക്കാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇൻസേർട്ടും കൂടെ നമുക്ക് കിട്ടും. ഇതേണ്ടോ ഇങ്ങനെ ഒരു ഇൻസേർട്ട്. അപ്പോൾ ഇത് നമുക്ക് അത്രയും എന്താ പറയുക ലോങ് ആയിട്ട് നിൽക്കുന്നൊന്നും പറയുന്നില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറേ ഇത് നിൽക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ അത് ലീക്ക് ആവാൻ തുടങ്ങും. കാരണം അത് ക്ലോത്ത് ആണ്, നമുക്കറിയാലോ.
ക്ലോത്തിൽ അത്രയും അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. എന്നാൽ കൂടെ നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യണതിന് പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവുകയാണ്, ഒരു 5 മണിക്കൂറിനുള്ളിൽ പോയി വരാൻ പറ്റുന്ന സ്ഥലമൊക്കെയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇനി അതുമല്ല നമ്മൾക്ക് ഇതൊരു 2 എണ്ണമൊക്കെ കയ്യിൽ കരുതുക എന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കത് മാറ്റി കൊടുക്കാം. അപ്പം നൈറ്റ് ഞാനിത് യൂസ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് നമ്മളിത് 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ മാറ്റി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഉറക്കമൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ത്രൂ ഔട്ട് നമുക്ക് നൈറ്റ് ഇത് അത്ര എനിക്ക് തോന്നിയിട്ടില്ല. നൈറ്റ് ഡൈപ്പേഴ്സ് അവൈലബിൾ ആണ്, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതെനിക്ക് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറാണ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെയാണ് ഞാൻ റിവ്യൂ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ സൈസാന്ന് പറഞ്ഞു. ന്യൂ ബോൺ ബേബീസ് മുതൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതുണ്ടോ, ഇതിൽ നമുക്ക് ഈ ഇൻസേർട്ട് ഇങ്ങനെ എന്താ പറയുക മടക്കി ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് ഇവിടെയും ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ ബാക്കിൽ ഈ ഒരു ക്ലോത്ത് ഡൈപ്പറിൻ്റെ കവറിൻ്റെ ബാക്കിലും ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുക അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇത് ഈ സൈഡ് ബാക്കിലോട്ടാണ് വരിക. അവർ തന്നെ ഇങ്ങനെ കിടത്തിയിട്ട് ഞാൻ വേണമെങ്കിൽ എനിക്കറിയില്ല, ശിവു എണീക്കുകയാണെങ്കിൽ ഒരു ട്രയൽ കാണിച്ചു തരാം. ഇങ്ങനെ കിടത്തിയിട്ട് നമ്മൾ സാധാ ഡയപ്പർ ഇടുമല്ലോ അങ്ങനെ തന്നെ വെച്ചിട്ട് അരയുടെ സൈസിനനുസരിച്ച് ഇവിടെയും അറ്റാച്ച് ചെയ്യുക, അത് കഴിഞ്ഞ് ഇവിടെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനൊരു ടൈപ്പിലാണ് വരിക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ അരയുടെ നല്ലോണം ഇറുക്കത്തിൽ ഇത് ഇട്ട് കൊടുക്കരുത്. ഒരു 2 വിരൽ കിടക്കാൻ പാകത്തിന്, ഒന്ന് കാറ്റ് കിടക്കാനൊക്കെ ഉള്ള പാകത്തിന് ആണ് ഇത് അവർക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൂപ്പർ ബോട്ടത്തിൻ്റെ തന്നെ ബേസിക് ആണ് കേട്ടോ, അത് ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡലാണ്. ഞാൻ പറഞ്ഞു ഇത് 12 hours ഒന്നും നിൽക്കില്ല, നമുക്ക് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ലീക്കേജിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അവർ കിടക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിട്ടൊക്കെ അത്ര അങ്ങോട്ട് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഡേ ടൈമിലൊക്കെ നമുക്ക് ഒന്നുമില്ലെങ്കിലും നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഡയപ്പർ ലാഭിക്കാം, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഞാൻ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് 348 രൂപയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് കാണിക്കുന്നത് ഒരു മിനിറ്റ്, ഓക്കെ 296 രൂപയാണ് കേട്ടോ. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, സ്ക്രീൻ ഫ്രണ്ട് ആയത് കാരണം കൊണ്ട് തിരിഞ്ഞിട്ടാവും കാണുന്നുണ്ടാവുക. അപ്പോൾ 296 രൂപയ്ക്ക് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ പറഞ്ഞു ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയെന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ എന്താ പറയുക കൊടുത്തേക്കാം. അതുപോലെ കമൻസിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തേക്കാം. എനിക്കറിയില്ല വർക്കാവോ എന്നുള്ളത്. അപ്പോൾ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് സൂപ്പർ ബോട്ടം ബേസിക് സർട്ടിഫൈഡ് സോഫ്റ്റ് ഫ്ലീൻസ് ലൈൻഡ് പോക്കറ്റ് ക്ലോത്ത് ഡയപ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഒന്നും വേണ്ട, സൂപ്പർ ബോട്ടം ഡയപ്പർന്ന് ക്ലോത്ത് ഡയപ്പർന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ പല വെറൈറ്റി മോഡലുകൾ വരും. അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഫ്രീ സൈസ് ആണോ, അല്ലെങ്കിൽ എത്ര മണിക്കൂർ വരെ നിൽക്കും, അപ് ടു 5 hours അല്ലെങ്കിൽ അപ് ടു 12 hours എന്നൊക്കെ പറഞ്ഞിട്ട് നൈറ്റ് ഡയപ്പേഴ്സും അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഞാനത് ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയതാണ്. നോക്കുമ്പോൾ എനിക്ക് നല്ല വർത്തായിട്ടാണ് തോന്നിയത്. പിന്നെ ആകെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടുന്ന സമയത്ത് കുറച്ച് ബൾക്കി ആയിട്ട് തോന്നും. അതായത് ഇതിട്ടിട്ട് ഇത് കുഞ്ഞ് കാലൊക്കെ കാണുന്ന പാകത്തിലല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാൻറ് എങ്ങാനും ഇടിയിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ബൾക്കി ആയിട്ട് തോന്നാറുണ്ട്. അപ്പം അത് മാത്രമേ പ്രശ്നമുള്ളൂ. ഇനി അത് അങ്ങനെ ഇടുന്നില്ല, ഇത് മാത്രമാണെങ്കിലും നല്ലതാണ്, കാരണം പ്രിന്റഡ് അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് മാത്രം ഇടിയിപ്പിച്ചിട്ടും പുറത്തോട്ട് കൊണ്ടുപോകാം. പക്ഷെ കുറച്ചുകൂടെ വലിയ കുട്ടികളാകുമ്പോൾ ഒരു 2-3 വയസ്സ് വരെ നമുക്കത് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ പോണ സമയത്ത് പാൻറ്റൊക്കെ ഇടിപ്പിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ചിങ്ങനെ ഹെവി ആയിട്ട് നിൽക്കുന്നു മാത്രം. അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഇതൊന്നുമല്ല, എന്നാലും കുറച്ച് ഹെവി മാതിരി തോന്നും. ഓക്കെ, അപ്പോൾ അത് മാത്രമേ എനിക്കിതിലൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാത്ത കാര്യം നോക്കുമ്പോൾ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് നല്ലോണം സേവിങ്സ് കൊണ്ടുവരാൻ നമ്മൾ വിചാരിക്കും, ഇതുകൊണ്ടൊക്കെ ഇപ്പോൾ എന്താ സേവിങ് ഉണ്ടാവാൻ. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 5 മണിക്കൂർ യൂസ് ചെയ്യണുണ്ട്. അപ്പോൾ ഡേ ടൈമിൽ യൂസ് ചെയ്യണവർക്കറിയാം, ഡേ ടൈമിൽ ഒരു 2 എണ്ണമൊക്കെ നമ്മൾ കയ്യിൽ കരുതി വെച്ച് കഴിഞ്ഞു വെച്ചാൽ ഒരെണ്ണം മാറ്റി 5 മണിക്കൂർ കഴിഞ്ഞ് ഒരെണ്ണം മാറ്റി അടുത്തത് ഇടാം. പിന്നെ ക്ലോത്ത് ആയതുകൊണ്ട് റീയൂസബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് നല്ലോണം വെയിലത്തിട്ട് ഉണക്കിയിട്ട് തന്നെ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ടൈം എടുക്കും, കട്ടിയുള്ള തുണി ആയതുകൊണ്ട് പെട്ടെന്നൊന്നും ഉണങ്ങില്ല. മഴക്കാലത്തൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ വഴിയൊന്നുമില്ല, നമ്മൾ നമ്മുടെ സാധാ ഡയപ്പർ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അല്ലാത്ത സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്താ പറയുക കമൻസിൽ അതുപോലെ തന്നെ ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തത്. കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.